നമസ്കാരം. സോഡിയാക് മീഡിയയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. 2026 മാർച്ച് മാസത്തെ അശ്വതി നക്ഷത്രക്കാരുടെ നക്ഷത്രഫലമൊന്ന് പരിശോധിച്ച് നോക്കാം. വളരെ നല്ല അനുകൂലമായിരിക്കുന്ന ഗുണഫലങ്ങൾ അനുഭവിക്കാനായിട്ട് ഈ മാസത്തിൽ അശ്വതി നക്ഷത്രക്കാർക്ക് യോഗം കാണുന്നുണ്ട്. അതിനോടൊപ്പം തന്നെ കുറച്ച് തടസ്സങ്ങളും പ്രശ്നങ്ങളും പ്രതിസന്ധികളും ഒക്കെ ഉണ്ട് താനും. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ സഹായസ്ഥാനത്താണ് വ്യാഴം നിൽക്കുന്നത്. ഏഴശനിയുടെ ഒരു ദോഷമുണ്ട്. മാത്രമല്ല ഈ 15-ാം തീയതിക്ക് ശേഷം 12-ാം ഭാവത്തിലേക്ക് സൂര്യനും കൂടി മാറുന്നുണ്ട്. അപ്പോൾ അനാവശ്യമായിട്ട് യാത്രകൾ വർദ്ധിക്കാനുള്ള സാധ്യതയുണ്ട്. മാത്രമല്ല ദ്വിദ്വാദശ യോഗം ചെയ്തിട്ട് 2-ാം ഭാവാധിപതിയാണ് 12-ൽ ശനിയോട് യോഗം ചെയ്തിരിക്കുന്നത്. ദാമ്പത്യ സംബന്ധമായിട്ട് അത്ര അനുകൂലമായിട്ടുള്ള ഗുണമല്ല കാണുന്നത്. കാരണം 7-ാം ഭാവാധിപതിയാണല്ലോ 12-ൽ നിൽക്കുന്ന ശുക്രൻ. അപ്പോൾ അത് ശനിയോട് ചേർന്ന് നിൽക്കുന്നു എന്ന് പറയുന്നൊരവസ്ഥയാണ്. അപ്പോൾ അത് കാരണം കൊണ്ട് ദാമ്പത്യ സുഖക്കുറവ് പോലുള്ള പ്രശ്നങ്ങൾക്ക് യോഗമാണ്. മാത്രമല്ല ലഗ്നാധിപതി നിൽക്കുന്നത് സർവാഭിഷ്ട സ്ഥാനത്താണെങ്കിലും രാഹുവിനോട് യോഗം ചെയ്തിട്ടാണ് നിൽക്കുന്നത്. അത് ബാധാസ്ഥാനത്ത് നിൽക്കുന്നത് കാരണം കൊണ്ട് സുഹൃത്തുക്കൾ, സഹായികളായിരിക്കുന്ന വ്യക്തികൾ, സഹോദര സ്ഥാനത്തുള്ള വ്യക്തികൾ എന്നിവരുമായിട്ട് ബന്ധപ്പെട്ടിട്ട് കുറച്ച് അപ്രിയമായിരിക്കുന്ന അവസ്ഥാകാര്യങ്ങൾ ഉണ്ടാകാനും അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാനും ഒക്കെ സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ടൊക്കെ കുറച്ച് മാനസിക ടെൻഷൻ വർദ്ധിക്കാൻ സാധ്യതയുണ്ട്. കാലിൻ്റെ മുട്ടുവേദന, മുട്ടിന് താഴോട്ടുള്ള ഭാഗത്തുള്ള വേദന, വിഷമങ്ങൾ, മാനസികമായിട്ട് ടെൻഷൻ, ഹൃദയസ്ഥാനത്ത് രോഗങ്ങളുള്ളവർ ശ്രദ്ധിക്കേണ്ട സമയമാണ്. അതേപോലെ കൈകൾക്ക് വേദന, ഇങ്ങനെയൊക്കെയുള്ള കുറച്ച് പ്രശ്നങ്ങൾ, അനാവശ്യമായിട്ട് ചിലവ് വർദ്ധിക്കാനും സാധ്യതയുണ്ട്. അതുകൂടാതെ കൊണ്ട് തന്നെ രണവാൻ എന്ന് പറയുന്നൊരു യോഗം ചെയ്താണ് 12-ൽ ശനി നിൽക്കുന്നത്. അപ്പോൾ അത് ഏഴശനിയുടെ ഒരു ബന്ധം കൂടി ആയത് കാരണം കൊണ്ട് എന്തെങ്കിലും ബാധ്യതകൾ കാര്യങ്ങളൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. ഇങ്ങനെയുള്ള ദോഷങ്ങളുണ്ട്. എന്നാൽ അതിനോടൊപ്പം തന്നെ ജോലിയിൽ വരുമാനത്തിൽ വർധനവുണ്ടാകാനുള്ളൊരു യോഗം കാണുന്നുണ്ട്. നിവർത്തിസ്ഥാനാധിപതി ഉച്ച ബലവാനായിട്ട് നിൽക്കുന്നത് കാരണം കൊണ്ട് വിദേശയാത്ര പോലെയുള്ള കാര്യങ്ങൾ, വിദേശധനം കൈകാര്യം ചെയ്യാനുള്ള യോഗം, ഇങ്ങനെയുള്ള ഗുണങ്ങൾ അനുഭവിക്കാനുള്ളൊരു യോഗവും തള്ളിക്കളയാനായിട്ട് പറ്റത്തില്ല. അതിനേക്കാൾ ഉപരിയായിട്ട് സർവാഭീഷ്ട സ്ഥാനത്ത് ലഗ്നാധിപതി നിൽക്കുന്നു എന്ന് പറയുന്നൊരവസ്ഥയുള്ള കാരണം ചെയ്യുന്ന പ്രവൃത്തിക്ക് തക്കതായിരിക്കുന്ന ലാഭം കിട്ടാനായിട്ട് യോഗമുണ്ട്. വ്യാഴത്തിൻ്റെ ദൃഷ്ടിയിലാണ് ചൊവ്വ സർവാഭീഷ്ട സ്ഥാനത്ത് നിൽക്കുന്നത്. അപ്പോൾ അത് കാരണം കൊണ്ട് ദൈവാധീനം ഒരു പരിധി വരെ കിട്ടാനുള്ളൊരു യോഗമുണ്ട്. അപ്പം ദൈവാധീനത്തിൻ്റെ ഒരു ബന്ധം വരുമ്പോൾ അത് ഭാഗ്യാധിപതിയാണ് സഹായസ്ഥാനത്ത് നിൽക്കുന്നത് എന്ന് പറയുന്നൊരു ഗുണമുള്ളത് കാരണം കൊണ്ട് സഹായങ്ങൾ, സഹോദര സ്ഥാനത്ത് സുഹൃത്തുക്കൾ, ഇങ്ങനെ തന്നെയുള്ള വ്യക്തികളുടെ ഭാഗത്തു നിന്നുള്ള അനുകൂലാവസ്ഥയുമുണ്ട്. അവരുടെ ഭാഗത്തു നിന്നും കുറച്ച് മാനസികമായിട്ട് ടെൻഷൻ ഉണ്ടാക്കുന്ന വിഷയങ്ങൾ ഉണ്ടാകാനും സാധ്യതയുണ്ട്. അപ്പോൾ ഈ രണ്ട് കാര്യങ്ങളുണ്ട്, ഗുണമുണ്ട് ദോഷമുണ്ട് എന്ന് പറയുന്നൊരവസ്ഥയാണുള്ളത്. എന്തായാലും ദോഷപരിഹാരമായിട്ട് അയ്യപ്പക്ഷേത്രത്തിൽ നീരാഞ്ജനം വഴിപാട്, ശിവക്ഷേത്രത്തിൽ ശംഖാഭിഷേകം, നെയ്വിളക്ക്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാനും, അതേപോലെ തന്നെ ബാധയിൽ നിൽക്കുന്ന രാഹുവാണ് ലഗ്നാധിപതിയോട് ചേർന്ന് ശാരീരികമായിട്ട് തലവേദന, അതുപോലെ തന്നെ ഞരമ്പ് സംബന്ധമായിട്ടുള്ള രോഗം, സന്തോഷിച്ചിരിക്കുമ്പോൾ ടെൻഷൻ ഉണ്ടാകുക, ഇങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങളുള്ള കാരണം നാഗപൂജയും മുടങ്ങാതെ ചെയ്യുക. അപ്പോൾ നവഗ്രഹ പൂജ ചെയ്യുന്ന ക്ഷേത്രത്തിൽ രാഹുപൂജയും കേതുപൂജയും അതേപോലെ തന്നെ ശനി പൂജയൊക്കെ ചെയ്ത ഒരു പരിധിവരെ മേൽപ്പറയപ്പെട്ട ദോഷങ്ങൾക്കൊക്കെ പരിഹാരം ഉണ്ടാകും. അതുപോലെ തന്നെ നല്ല രീതിയിലുള്ള പ്രാർത്ഥനയും കൂടി ഉണ്ടെങ്കിൽ നല്ല രീതിയിൽ സാമ്പത്തികമായിരിക്കുന്ന നേട്ടങ്ങൾ ഉണ്ടാക്കാനായിട്ട് അശ്വതി നക്ഷത്രക്കാർക്ക് ഈ മാസത്തിൽ യോഗം കാണുന്നുണ്ട്. അപ്പം നന്നായിട്ട് പ്രാർത്ഥിക്കുക, അതേപോലെ തന്നെ ക്ഷേത്ര ദർശനം നടത്തുക. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാം. ജ്യോതിഷവുമായി ബന്ധപ്പെട്ട കൂടുതൽ കാര്യങ്ങൾ അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഞങ്ങളുടെ ഓൺലൈൻ കൺസൾട്ടൻസി നമ്പർ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. ആവശ്യമുള്ളവർക്ക് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്.